അപ്പൊ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീഡ് ജനറേഷൻ അഡ്വർടൈസ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ എങ്ങനെയാണ് ചെയ്യുക? ജസ്റ്റ് ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ലീഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലീഡ് ജനറേഷൻ അഡ്വർടൈസ്മെന്റ് ആക്ച്വലി ഏത് ബിസിനസ്സിനും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് എൻക്വയറീസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ ബിസിനസ് ഇപ്പൊ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആവാം, പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ബേസ് ചെയ്തുള്ള ബൊട്ടിക്കോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സ്ഥാപനം എന്തോ ആയിക്കോട്ടെ. നിങ്ങൾക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ചാൻസസ് ഉള്ള കസ്റ്റമറിനെ, സ്റ്റുഡന്റിനെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ അവരുടെ തന്നെ സമ്മതത്തോടെ നമുക്ക് എൻക്വയറീസ് ലഭിക്കുന്ന ഓപ്ഷനാണ് ലീഡ് ജനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ റീനെയിം ചെയ്യുക, ദെൻ ലൊക്കേഷൻ എൻറ്റർ ചെയ്യുക. ഓക്കെ, കോപ്പി പേസ്റ്റ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് പോവുക. സെക്കൻഡ് സ്റ്റെപ്പിലും സെയിം പ്രോസസ് ആണ്. നിങ്ങൾക്ക് അത് കോപ്പി പേസ്റ്റ് ചെയ്ത് റീനെയിം ചെയ്യുക. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പിൽ ജസ്റ്റ് റീനെയിം ചെയ്യുക. അഗെയിൻ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് വരിക. നമ്മുടെ പ്രോസസ് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുക. ബൈയിൻ ടൈപ്പ്, അതുപോലെ തന്നെ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ്, ദെൻ ക്യാമ്പയിൻ ബഡ്ജറ്റ്. ഓക്കെ, ക്യാമ്പയിൻ ബഡ്ജറ്റ് ഡെയിലി ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ദെൻ ഹയസ്റ്റ് വോളിയം ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം സെറ്റ് ചെയ്ത് കൊടുക്കുക. കോസ്റ്റ് പെർ റിസൾട്ട് കോൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോ റിസൾട്ടിനനുസരിച്ച് കറക്റ്റ് എമൗണ്ട് ഫിക്സ് ചെയ്യാം. ഷോ മോർ ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും വെബ്സൈറ്റ് ആൻഡ് ഇൻസ്റ്റന്റ് ഫോം ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ സിംഗിൾ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഇൻസ്റ്റന്റ് ഫോം മാത്രമായിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പം മെസ്സേജ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന്റെ എൻക്വയറീസ് നമുക്ക് ലീഡ് ഫോം ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പേജ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേജ് ഓപ്പൺ ചെയ്യാം. ശേഷം താഴേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കോസ്റ്റ് പെർ റിസൾട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ, ഒരു ലീഡിന് നിങ്ങൾക്ക് എത്ര എമൗണ്ട് വരെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. 20 കൊടുക്കണമെങ്കിൽ 20 കൊടുക്കാം. 20 കൊടുക്കുമ്പോൾ ചിലപ്പോൾ ലോ ആയിരിക്കും, നിങ്ങൾക്ക് പെർഫോമൻസ് കറക്റ്റ് കിട്ടുന്നില്ല. കുറച്ചൊന്ന് കൂടുതലായിട്ട് 100+ ജസ്റ്റ് കൊടുത്തു നോക്കാം. ഓക്കെ, ഏകദേശം നമുക്കൊന്ന് കാൽക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 20 കൊടുക്കുമ്പോൾ മേ ബി ലീഡ്സ് വരണം എന്ന് നിർബന്ധമല്ല, കുറച്ചുകൂടെ എമൗണ്ട് കൂട്ടി കൊടുക്കാം. ദെൻ നെക്സ്റ്റ് താഴേക്ക് വരുന്ന സമയത്ത് ഷോ മോർ ഓപ്ഷൻസ് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ചില ഓപ്ഷൻസ് ഹിഡൻ ആയിട്ട് ഇരിക്കുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് എൻഡ് ഡേറ്റ് കൊടുക്കാം അല്ലെ. എൻഡ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 3 days 4 days അല്ലെങ്കിൽ 15 days, എത്ര ഡേയ്സ് ആണ് അത് കറക്റ്റ് കൊടുക്കുക. ദെൻ ഓഡിയൻസ് ആണ്, അത് കഴിഞ്ഞാൽ ഓഡിയൻസ് നോക്കുന്ന സമയത്തൊക്കെ ലൊക്കേഷൻ ഓൾ കേരള ആഡ് റൺ ചെയ്യേണ്ടതെങ്കിൽ കേരള ആഡ് ലൊക്കേഷനായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ കുറച്ച് താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്തൊക്കെ ഓപ്ഷൻസ് ഉള്ളത് നോക്കാം. കേരള 1 അത് കൊടുത്തു. ഏജ് 18 ടു നമുക്ക് ഏകദേശം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഒരു 25 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഒരു 50 ആ റേഞ്ചിൽ മതിയെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ 25-ന്റെയും 50-ന്റെയും വയസ്സിന്റെ ഉള്ളിലുള്ള ആളുകൾ മാത്രമായിരിക്കും ഈ ആഡ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് മെന്നാണോ വുമൺ ആണോ വേണ്ടത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാം. ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗിൽ ആക്ച്വലി ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ് ഓണേഴ്സിനാണ്. സോ ഓണേഴ്സ് എന്നുള്ള ഓപ്ഷൻസ് കൊടുക്കുക. ഓക്കെ, യെസ്, ഓക്കെ, ഓണർ, ദെൻ സ്മോൾ ബിസിനസ് ഓണേഴ്സ്, ഇങ്ങനെ നമുക്ക് ഒരു കാറ്റഗറി ഓഫ് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. ഇതിൽ തന്നെ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ വെൽനസ് കോച്ചസ് എന്നുള്ള രീതിയിൽ മാത്രം വരണമെങ്കിൽ വെൽനസ് കോച്ച് എന്ന് കൊടുക്കാം. ജിം കോച്ചസ്, പിന്നെ ടെക്സ്റ്റൈൽസ് ഓണേഴ്സ്, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് യോഗ ട്രെയിനേഴ്സ്, ഗവൺമെന്റ് എംപ്ലോയീസ്, ബിസിനസ്, അങ്ങനെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏത് ടൈപ്പ് ഓഡിയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് മാത്രം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരുപാട് ടൈപ്പ് കോച്ചുമാരുണ്ട് അല്ലെ, ട്രെയിനേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അത് പ്രോപ്പർ ആയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. കൊടുക്കുന്ന സമയത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബ്രൗസിൽ പോയി കഴിഞ്ഞാലും ഡെമോഗ്രാഫിക്സ് ഏത് കാറ്റഗറി ഓഫ് പീപ്പിൾസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ഇവിടെ അറിയാൻ പറ്റും. ആണോ, ഹൗസ് ഹോൾഡ്, ഇൻകം ആണോ, എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണോ,
അവരുടെ ഇൻട്രസ്റ്റ്, പല ടൈപ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഫിറ്റ്നസ് ആൻഡ് വെൽനസ് ഓപ്ഷൻ ഉണ്ട്. അതിൽ തന്നെ ബോഡി ബിൽഡിംഗ്, ഇങ്ങനെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ യോഗ ആൻഡ് ഫിറ്റ്നസ്. അപ്പോൾ ഇത്ര ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ താഴേക്ക് വരുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓഡിയൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്തെടുക്കാം. ഓഡിയൻസ് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. വീണ്ടും പുതിയൊരു ആഡ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ സേവ്ഡ് ഓഡിയൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ പ്ലേസ്മെന്റ് ആണ്. പ്ലേസ്മെന്റ് നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് ഇൻസ്റ്റയിൽ മാത്രം ആഡ് ചെയ്യണോ അതോ ഫേസ്ബുക്കിൽ ചെയ്യണോ, ഏതാണോ നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്ലേസ്മെന്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പ്ലേസ്മെന്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ പേജ് ഓൾറെഡി ഇവിടെ കാണാം. പിന്നെ എക്സിസ്റ്റിംഗ് പോസ്റ്റ് ആണോ, അതുപോലെ തന്നെ ക്രിയേറ്റ് ആഡ്, നോർമൽ നിങ്ങൾക്കിത് എടുക്കുന്ന സമയത്ത് പുതിയതായിട്ട് ആഡ് ക്രിയേറ്റ് ചെയ്യണോ അതോ എക്സിസ്റ്റിംഗ് പോസ്റ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യണോ എന്നുള്ള ഓപ്ഷനാണ്. ഓക്കെ, ക്രിയേറ്റ് ആഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ പുതിയതായിട്ട് തന്നെ ഒരു ഇമേജ് എന്ത് ചെയ്യേണ്ടി വരും, അപ്ലോഡ് ചെയ്തിട്ടായിരിക്കും ചെയ്യേണ്ടത്. സെറ്റ് അപ്പ് ഇമേജ് ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇമേജും കൊടുക്കാം, വീഡിയോയും കൊടുക്കാം. ഓക്കെ, കൂടുതലും നമുക്ക് വീഡിയോസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്ക് കണ്ടന്റ് കൺവേ ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം കൂടുതൽ ആളുകളും വീഡിയോസ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. സോ വീഡിയോസ് യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഓൾറെഡി ഒരു ഇമേജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ പ്രോസസ് എന്നുള്ളത് നോക്കാം അല്ലെ. ഓക്കെ, ജസ്റ്റ് ഇമേജ് ആഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, വൺസ് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നു, നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഇത് 1:1 റേഷ്യോ കറക്റ്റ് ആണ്. പക്ഷെ 1:16 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഗ്യാപ്പ് വരും. അപ്പൊ നിങ്ങളൊരു സ്റ്റോറി സൈസിലാണ് നിങ്ങളുടെ പോസ്റ്റ് ചെയ്യേണ്ടത്. ഇത് 1:9, 1:1 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ അതിനനുസരിച്ച് മാറ്റേണ്ടി വരും. ഒരു ഹൊറിസോണ്ടൽ ടൈപ്പ് ആണ്, അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യാം. അപ്പൊ നിങ്ങളുടെ കസ്റ്റമറിന് ഇത് കാണുന്ന സമയത്ത് ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നിങ്ങളുടെ ഹെഡിങ്, അതുപോലെ തന്നെ നമ്മുടെ പ്രൈമറി ടെക്സ്റ്റ്, ഡിസ്ക്രിപ്ഷൻ, നമ്മുടെ ബട്ടൺ. ഇപ്പോൾ നമുക്ക് കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അപ്ലൈ നൗ കൊടുക്കാൻ പറ്റും. നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് അവിടെ കൊടുക്കേണ്ടത്. കോഴ്സിന്റെ ബെനിഫിറ്റ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ലിമിറ്റഡ് സീറ്റ്, നമ്മുടെ പേര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോപ്പൈലറ്റ് പോലുള്ള ടൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, I need add copy in the digital marketing training. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് കണ്ടന്റ് കിട്ടും. ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നീട് ആഡ് കോപ്പി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് കേരള അല്ലെങ്കിൽ കൊച്ചി, കാലിക്കറ്റ്, അങ്ങനെ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് അങ്ങനെയും കൊടുക്കാം. ഓക്കെ, ദെൻ ഓക്കെ, ഞാൻ ഈ ജസ്റ്റ് ഈ കണ്ടന്റ് കോപ്പി ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ചിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാട്ടോ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു കോമൺ ആയിട്ടാണ് ജസ്റ്റ് എൻ്റർ ചെയ്തിട്ട് എടുത്തത്. ദെൻ പേര് കൊടുക്കുക, തുടങ്ങിയ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈമറി ടെക്സ്റ്റ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഓക്കെ, യെസ്. ഓക്കെ, നമ്പർ, ഡീറ്റെയിൽസ്, വെബ്സൈറ്റ് അഡ്രസ് ഇതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ സിമ്പിൾ ആയിട്ട് ചെയ്തു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാം. ദെൻ ഹെഡിങ് കൊടുക്കാം. ഹെഡിങ് എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് സീറ്റ്സ് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. താഴേക്ക് വരുന്ന സമയത്ത് ബിക്കം ഈ മാർക്കറ്റിംഗ് പ്രോ അല്ലെ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനനുസരിച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ, നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ആണ് വിചാരിക്കുക, ഒരു കേക്ക് ആണ് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ കണ്ടന്റ് കൊടുക്കണം. കേക്ക് ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് കോപ്പൈലറ്റിലോ അല്ലെങ്കിൽ ChatGPT, ജെമിനി പോലുള്ള ടൂളുകൾ യൂസ് ചെയ്ത് ചെയ്യാം. അപ്പൊ ഓക്കെ, ഇപ്പൊ ഇത് ബേസിക് ആയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുക്കാം. നമ്മൾ എപ്പോഴും കണ്ടന്റ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാട്ടോ, കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു ആക്ഷൻ മേക്കിംഗ് കണ്ടന്റുകൾ കൊടുക്കാം. അതുപോലെ തന്നെ കസ്റ്റമർ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈപ്പ് കണ്ടന്റ്, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് എൻഗേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഓക്കെ
വേണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫോട്ടോസ് ആൾട്ടർനേറ്റീവ് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ടിക്ക് ചെയ്താൽ മതി. അതല്ലെങ്കിൽ വേണ്ട എങ്കിൽ സ്കിപ്പ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തിട്ട് മൂവ് ചെയ്യാം. ദെൻ ഡൺ കൊടുക്കാം. ഡൺ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു നമ്മുടെ മെയിൻ വിൻഡോയിലേക്ക് എത്തും അല്ലെ, തേർഡ് സ്റ്റെപ്പിലേക്ക് എത്തും. ഇതിൽ നമുക്ക് ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ എന്തൊക്കെ കഴിഞ്ഞു, നമ്മുടെ പേജ് സെലക്ട് ചെയ്തു, അതിനുശേഷം ഇമേജ് സെലക്ട് ചെയ്തു, കണ്ടന്റ് കൊടുത്തു, എല്ലാം കൊടുത്തല്ലേ. ഞാൻ ഓൾറെഡി കുറെ ഫോമുകളൊക്കെ ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ എൻക്വയറീസ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾറെഡി ഫോം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾറെഡി ഉള്ള ഫോമിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ടാവും. ഇനി അതല്ല, നിങ്ങൾക്ക് പുതിയതായിട്ട് തന്നെ പുതിയൊരു ഫോം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്രിയേറ്റ് ഫോമിൽ പോവാം. ക്രിയേറ്റ് ഫോമിൽ പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ, ആഡ് നമ്മളൊരു ആഡ് കൊടുക്കുന്ന സമയത്ത് ഈ ഫോം ആയിരിക്കും കസ്റ്റമർ ഫില്ല് ചെയ്യണത്. ആ ഫില്ല് ചെയ്യാനുള്ള ഫോം നമ്മൾ ഇതുപോലെ ഡിസൈൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഡെമോ ഫോം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് സെറ്റ് ചെയ്യാണ്. അതിനുശേഷം നമുക്കിവിടെ മോർ വോളിയം ഉണ്ട്, ഹയർ ഇന്റന്റ് ഉണ്ട് അല്ലെ. ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് റീഡ് ചെയ്ത് നോക്കുക എന്താണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാവുമ്പോൾ എന്താ വെച്ചാൽ യൂസ് ഫോം ദാറ്റ്സ് ക്വിക്ക് ടു ഫിൽ ഇൻ ആൻഡ് സബ്മിറ്റ് ഓൺ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഹയർ ഇന്റന്റ് ആണെന്നുണ്ടെങ്കിൽ ആഡ് എ റിവ്യൂ ആൻഡ് സ്റ്റെപ്പ് ദാറ്റ് ഗിവ്സ് പീപ്പിൾ ചാൻസ് ടു കൺഫേം ദെയർ ഇൻഫോം. അപ്പൊ ഓക്കെ, അവർക്ക് എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് അവർക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കൂടെ ഒന്ന് കൺഫേം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. റിവ്യൂ ചെയ്യാം, കാരണം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റിവ്യൂ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിറ്റി ലീഡ്സ് എടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൊടുക്കാം. ഓക്കെ, മോർ വോളിയം അല്ല ഹയർ ഇന്റന്റ് കൊടുക്കണമെങ്കിൽ എടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ റിച്ച് ക്രിയേറ്റീവ് ഓപ്ഷൻ ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസിനെ ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതാകുമ്പോൾ അറ്റൻഷൻ വിത്ത് ദിസ് ഫോം ദാറ്റ് ഇന്റഗ്രേറ്റ്സ് യുവർ കമ്പനി ഇമേജസ് ആൻഡ് മെസ്സേജിങ് ഇൻക്ലൂഡിങ് ആൻ ഓപ്ഷണൽ അബൌട്ട് ആൻഡ് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ആൻഡ് റിവ്യൂ സെക്ഷൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ വേണമെങ്കിൽ അത് എടുക്കാം. പിന്നെ നമുക്ക് വരുന്നത് ഷെയറിംഗ് സെറ്റിംഗ് ആണ്. ഇതിൽ നമുക്ക് ഓപ്പൺ സെറ്റിംഗ് ഉണ്ട്, റെസ്ട്രിക്റ്റഡ് ഉണ്ട്. ഓപ്പൺ ആവുന്ന സമയത്ത് യുവർ ആഡ് ക്യാൻ ബി ഷെയർഡ് ആൻഡ് എനിവൺ ക്യാൻ സബ്മിറ്റ് ദിസ് ഫോം. അതായത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഫോം സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇത് കണ്ടവർക്കൊക്കെ. റെസ്ട്രിക്റ്റഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓൺലി പീപ്പിൾ ഹു ആർ ഡെലിവേർഡ് യുവർ ആഡ് ഡയറക്ട്ലി ക്യാൻ സബ്മിറ്റ് ദിസ് ഫോം. അതായത് നമ്മൾ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കാണ് നമ്മുടെ ആഡ് കാണാൻ പറ്റുന്നത് അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അതിൽ റെസ്ട്രിക്റ്റഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ നീഡ് അനുസരിച്ച് ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, ദെൻ ഫ്ലെക്സിബിൾ ഫോം ഡെലിവറി ആണ്. അതിൽ ഒപ്റ്റിമൈസ്ഡ് ഉണ്ട്, മാനുവലും ഉണ്ട്. ഒപ്റ്റിമൈസ്ഡ് ആണ് ഇപ്പൊ ഇതിലുള്ളത്. ഒപ്റ്റിമൈസ്ഡ് ആകുമ്പോൾ നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യണ്ട, മെറ്റ തന്നെ എല്ലാം ചെയ്തോളും. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഹെഡ്ലൈൻ ഇവിടെ എൻ്റർ ചെയ്ത് ചെയ്യണ്ട അല്ലെ, ഹെഡ്ലൈൻ. ഓക്കെ, അപ്പൊ നമ്മളത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹെഡ്ലൈൻ കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പർപ്പസ് എന്താണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ്. ഓക്കെ, ഇതാണ്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹെഡിങ് കൊടുക്കാം. ജസ്റ്റ് താഴെ എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ അവർ ന്യൂ ബാച്ച് ഇങ്ങനെ കൊടുക്കാൻ പറ്റും അല്ലെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ബാച്ച് ഇങ്ങനെ കൊടുക്കാം. ദെൻ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ പഠിപ്പിക്കുന്നത് വേണമെങ്കിൽ അത് കാണിക്കാം. SEO, SMM, വെബ്സൈറ്റ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത് അത് 1 by 1 ആയിട്ട് കാണിക്കാം. എന്നിട്ട് നമുക്ക് ജോയിൻ ടുഡേ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓൺലി ലിമിറ്റഡ്. ഇത് ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു പാറ്റേൺ ആണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനനുസരിച്ചിട്ട് ഡിഫറെന്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ലിസ്റ്റ് പോലെ എൻ്റർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതല്ലെങ്കിൽ ഓൾഡ് വേർഷൻ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഏകദേശം മൂന്നാമത്തെ സ്റ്റെപ്പ് എത്തി, 1, 2, 3 മൂന്നാമത്തെ സ്റ്റെപ്പ് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റ് കാണിക്കുന്നത് എന്താണ്, ആഡ് ക്വസ്റ്റ്യൻ ആണല്ലേ. നമുക്ക് വേണമെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ബിസിനസ് ഓണേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ എനിക്ക് ചോദിക്കാൻ പറ്റും, നിങ്ങളൊരു ബിസിനസ് ഓണർ ആണോ,
ആർ യു എ ബിസിനസ് ഓണർ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അവര് യെസ് എന്നാണെങ്കിൽ യെസ് എന്ന് ക്ലിക്ക് ചെയ്യും. നോ ജസ്റ്റ് എംപ്ലോയി അല്ലെങ്കിൽ അതർ എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതർ ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൽ തന്നെ ഓപ്ഷനിലുണ്ട് അലോ പീപ്പിൾ ടു സെലക്ട് മൾട്ടിപ്പിൾ ആൻസേഴ്സ്. നമുക്കിത് നോർമലി കൊടുക്കാം. പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ്, ആഡ് ഫോട്ടോസ്, ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളത് കറക്റ്റ് നോക്കിയിട്ട് സെറ്റ് ചെയ്യാം. ദെൻ നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഉണ്ട്, ഷോർട്ട് ആൻസർ ഉണ്ട്, കണ്ടീഷൻ ഉണ്ട്, അപ്പോയിന്റ്മെന്റ് റിക്വസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. അതിനുശേഷം താഴേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കോൺടാക്ട് ഇൻഫർമേഷൻ ആണ്. ഇതിലാണ് കസ്റ്റമേഴ്സിന് ഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻ. അത് നമുക്ക് വേണമെങ്കിൽ രജിസ്ട്രേഷൻ എന്ന് കൊടുക്കാം. ഓക്കെ, രജിസ്ട്രേഷൻ എന്ന് കാണിക്കാം, അല്ലെങ്കിൽ രജിസ്റ്റർ ഉണ്ടാവുന്ന കൊടുക്കാം. നിങ്ങൾക്ക് എന്താണോ അതിനനുസരിച്ച് കൊടുക്കാം. പിന്നെ ആഡ് കാറ്റഗറി തന്നെ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇനിയും എന്തെങ്കിലും ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാനുള്ളതെങ്കിൽ അത് ഫോമിൽ ആഡ് ചെയ്യാം. അത് നമുക്ക് വേണമെങ്കിൽ സിറ്റി കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ പിൻകോഡ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുക്കാം. കൺട്രി, പോസ്റ്റ് കോഡ്, ഒരുപാട് കാര്യങ്ങൾ. പിന്നെ യൂസർ ഇൻഫർമേഷൻ, ഡെമോഗ്രാഫിക്സ്, ക്വസ്റ്റ്യൻസ്, ജെൻഡർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ അത് കൊടുക്കാം. എഡ്യൂക്കേഷൻ ലെവൽ ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ ഒരു എഡ്യൂക്കേഷൻ ബേസ് ചെയ്തുള്ള സ്ഥാപനത്തിന് പ്രൊമോഷൻ ചെയ്ത സമയത്ത് വേണമെങ്കിൽ അവരിപ്പോ ഏത് ക്വാളിഫിക്കേഷൻ ആണ് കഴിഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അബ്രോഡ് സ്റ്റഡി ഒക്കെ ആണെങ്കിൽ ഏത് കോഴ്സാണ് കഴിഞ്ഞതെന്നൊക്കെ ചോദിക്കണമെങ്കിൽ ഇതിനനുസരിച്ച് ഇത് യൂസ് ചെയ്യാം അല്ലെ. പിന്നെ ജോബ് ടൈറ്റില്, വർക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. എനിവേ നിങ്ങളുടെ പർപ്പസ്, നീഡ് അനുസരിച്ച് അത് ഫിൽ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം നമ്മളിപ്പോ 4th സ്റ്റെപ്പിലെത്തിയിട്ട് പ്രൈവസി ആൻഡ് പോളിസി. ഇവിടെ നിങ്ങളുടെ വെബ്സൈറ്റ് അഡ്രസ് ആണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നത്. HTTPS എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ വെബ്സൈറ്റ് എന്താണോ വരുന്നത് അതിനനുസരിച്ചിട്ട് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ പ്രൈവസി പോളിസി. ഓക്കെ, അത് ഫൈൻ. അതിനുശേഷം ഇവിടെ ഏകദേശം ഇത് മാത്രമേ ഉള്ളൂ വരുന്നത്. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഏകദേശം 5ാമത്തെ സെക്ഷനിലാണ്, ഏകദേശം റിവ്യൂ പാർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം എന്തൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ. ഇവിടെ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് അറിയോ, ബിസിനസ് ഓണർ, അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് കളക്ട് ചെയ്യാനുള്ളത് അത് കൊടുത്തിട്ടുണ്ട്. 3ാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ റിവ്യൂ ഫോം. ഓക്കെ, വാട്സപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, സ്ലൈഡ് ടു സബ്മിറ്റ്. ദെൻ നമുക്ക് വരുന്നത് എൻഡിങ് പാർട്ടാണ്. എൻഡിങ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷൻ ഓൾറെഡി ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. താങ്ക്സ് യു ആർ ഓൾ സെറ്റ് അല്ലെ. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് കൊടുക്കാം, അല്ലെങ്കിൽ വി വിൽ കോൺടാക്ട് യു സൂൺ എന്ന് കൊടുക്കാം. ഓക്കെ, കോൺടാക്ട് യു സൂൺ എന്ന് കൊടുക്കാവുന്നതാണ്. അതിൽ തന്നെ നിങ്ങൾക്ക് ഗോ ടു വെബ്സൈറ്റ് ഉണ്ട്, വ്യൂ ഫയൽ ഉണ്ട്, കവർ ബിസിനസ് ഉണ്ട്, ഓൺ ചാറ്റ് ഓൺ വാട്സപ്പ് ഉണ്ട്, റിഡീം പ്രൊമോ കോഡ് ഉണ്ട്. ഇപ്പൊ ഇത്രയും ഓപ്ഷൻസ് എനിക്ക് കാണുന്നുണ്ട്. ചിലപ്പോൾ എല്ലാ ബിസിനസ്സിനും നിങ്ങൾക്ക് അത് കിട്ടണമെന്നില്ല. ചിലപ്പം ഗോ ടു വെബ്സൈറ്റോ അല്ലെങ്കിൽ കോൾ ബിസിനസ്സോ മാത്രമായിരിക്കും ഉണ്ടാവും. സോ നിങ്ങൾ ഇതിലേതെങ്കിലും ഒന്ന് കൊടുക്കാം. ഇതിൽ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാണുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾക്ക് അത് കാണണമെന്നില്ല. സോ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, റെഡിയാക്കി കൊടുക്കാം. ദെൻ കറക്റ്റ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. ചാറ്റ് ഓൺ വാട്സപ്പ്, അപ്പോൾ ചാറ്റ് ഓൺ വാട്സപ്പ് കൂടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫ്രീ ടെക്സ്റ്റ് മെസ്സേജ് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം. അപ്പൊ ഇവിടെ അതിനനുസരിച്ചാണ് വരിക കേട്ടോ. അപ്പൊ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ചാറ്റ് ഓൺ വാട്സപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് വരും. എന്നിട്ട് ഇത് ക്രിയേറ്റ് ഫോം കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്ട്ലി കസ്റ്റമറിന് എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഇതിനിപ്പോ ഞാൻ കൺഫേം ആക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഡെമി ആയിട്ട് ക്രിയേറ്റ് ചെയ്താലേ. അപ്പൊ ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഓൾറെഡി എന്നിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോം തന്നെ സെലക്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, ജസ്റ്റ് ഓൾറെഡി ഇതിലൊരു ഫോം സെലക്റ്റഡ് ആണ്. ആ ഫോം ഇവിടെ എവിടെയാണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം അല്ലെ. ഏറ്റവും താഴത്ത് കണ്ടില്ലേ ഫോം, ഫേസ്ബുക്ക് ഫോം എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട് അല്ലെ. ഓക്കെ, അതിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് അല്ലെ. ഓക്കെ, അതിനുശേഷം നമുക്ക് കസ്റ്റമറിനോട് സബ്മിറ്റ് ചെയ്യാം. വാട്സപ്പിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ലീഡ് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്. പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഫോം, നിങ്ങളുടെ ക്രിയേറ്റീവ് ഓഡിയൻസിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കൂടുതലായിട്ട് അറിയേണ്ടതുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക, ചോദിക്കാവുന്നതാണ്. മാത്രമല്ല ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ്, SEO ഫോർമുല, മാർക്കറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണം, നിങ്ങളുടെ ബിസിനസിന്റെ മാർക്കറ്റിംഗ് ഫ്രീ ആക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് എൻ്റർ ആവുന്നതാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഓൾറെഡി ഓൺ ഗോയിങ് ആണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ.